1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ രൂപീകരിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 രൂപീകരിച്ചതിന് ശേഷം അവർ ഇവിടുത്തെ ജനങ്ങൾക്ക് സുഖമായി ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് പരിശ്രമിച്ചത്. അതിന് മുന്നോട്ട് നിന്ന് പ്രവർത്തിച്ചത് ഏവോ ഹ്യൂം എന്ന് പറയപ്പെടുന്ന വിദേശീയ ക്രൈസ്തവരായിരുന്നു. അതുപോലെ തന്നെ അതിന് ശേഷം WC ബാനർജി തുടങ്ങിയ നിരവധി ആൾക്കാർ ഈ കോൺഗ്രസിൻ്റെ പ്രസിഡന്റുമാരായും സെക്രട്ടറിമാരായും പ്രവർത്തിച്ചു. 1885 മുതൽ 1904 വരെ ഉള്ള കാലഘട്ടത്തിൽ ഈ കോൺഗ്രസിൻ്റെ നേതൃത്വം വഹിച്ചത് എല്ലാവരും ക്രൈസ്തവരായിരുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അവർ വിദേശഭരണയുടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ശ്രമിച്ചത്, ഇവിടുത്തെ ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, കോട്ടമൊന്നും തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചത്. അങ്ങനെ 1904 വരെ ആ രീതി പോയി കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൽ ചേർന്ന ഇന്ത്യക്കാരായ ക്രൈസ്തവരല്ലാത്ത മറ്റുള്ളവരും ഒരു വിഭാഗം ഇതിനകത്ത് കൂട്ടിക്കൂടുന്നു. അവരാവശ്യപ്പെട്ടു ഇവിടുത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടണം, വിദേശികൾ ഇവിടുന്ന് പോകണം എന്നൊരു നിലപാടിലേക്ക് വന്നു. അത് ഒരു വിഭാഗം തീവ്രവാദികൾ ആ വാദം ഉന്നയിച്ചപ്പോൾ കോൺഗ്രസ് കുറച്ചുകൂടി മയത്തിലാണ് മുന്നോട്ട് പോയത്. ഈ സമയത്താണ് നമ്മുടെ ബാരിസ്റ്റർ ജോസഫ് ബാപ്റ്റിസ്റ്റ എന്ന് പറയപ്പെടുന്നയാൾ കോൺഗ്രസിന് പാരലായിട്ടല്ലെങ്കിലും കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിക്കുന്നത് 1918 ഹോം റൂൾ പ്രസ്ഥാനത്തിൽ ബാലഗംഗാധര തിലകനെ പോലുള്ള നേതാക്കന്മാർ സജീവമായി പങ്കെടുത്തു. ബാലഗംഗാധര തിലകന് ആനി ബെസൻ്റായിരുന്നു അതിൽ ഏറ്റവും വലിയ ആൾ. വിദേശ വനിതയാണ്. ഒരു വനിതയാണെങ്കിലും പുരുഷന്മാരെ പോലെ അദ്ദേഹം അവൾ ധീരമായി പെരുമാറി ഇന്ത്യയോട് നാം പശ്ചാത്തപിക്കേണ്ടിയിരിക്കുന്നു. അവരുടെ സ്വാതന്ത്ര്യങ്ങളെ അവരുടെ വികസനത്തെ നമ്മൾ ചോദ്യം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിട്ട് അവരെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞത് നമ്മുടെ ആനി ബെസൻ്റാണ്. ഈ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന പല വിധത്തിലാണ് മനസ്സിലാക്കിയിരുന്നത്. എന്ത് തരമുള്ള സ്വാതന്ത്ര്യമാണ് അനുഭവിക്കണേ എന്നുള്ളതിനെക്കുറിച്ച് ചർച്ചകൾ പല ഘട്ടങ്ങളിലുണ്ടായി. അപ്പോൾ ആദ്യ ഘട്ടങ്ങളിൽ കോൺഗ്രസ് തുടങ്ങുന്ന ഘട്ടങ്ങളിലൊക്കെ ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യം എന്ന കാഴ്ചപ്പാടായിരുന്നില്ല. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് അവരുടെ കീഴിൽ അവരോട് ചേർന്ന് പോകുന്ന ഒരു നിലപാടാണ് നമ്മൾ എടുക്കേണ്ടത്. പൂർണ്ണ സ്വാതന്ത്ര്യം നേടാൻ മാത്രമുള്ള ഒരു ചിന്ത അന്ന് രൂപപ്പെട്ട് വന്നിരുന്നില്ല. പക്ഷേ അതിനൊരു അല്പം വ്യത്യാസം വരുന്നത് പൂർണ്ണ സ്വരാജ് എന്നൊരു ആശയമൊക്കെ ഗോഖലെ കൊണ്ടുവരുന്നതോടു കൂടിയാണ്. പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞ ആശയം വരുന്നു. അതോടൊപ്പം തന്നെയാണ് ഹോം റൂൾ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആനി ബെസൻ്റ് നേതൃത്വത്തിൽ നടക്കുന്നത്. ഇതെല്ലാം ഈ ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച പല ചവിട്ടുകല്ലുകളിലൊന്നാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ തുടക്ക കാലഘട്ടത്തിലെ കാഴ്ചപ്പാടും പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞുകൊണ്ട് തീവ്രവാദ നിലപാടെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നിലപാടുകളും പിന്നീട് ഹോം റൂൾ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആനി ബെസൻ്റ് നേതൃത്വത്തിൽ നടന്ന ഒരു നീക്കങ്ങളുമെല്ലാം ആദ്യകാല നീക്കങ്ങളെല്ലാം ഒരു പരിധിവരെ ബ്രിട്ടീഷ് മാസ്റ്റർ അവിടെ ഉണ്ടാവും. അവരെ പുറത്താക്കുന്ന കാഴ്ചപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല. അവരിരിക്കുന്നു, ഞങ്ങൾക്ക് കൂടുതൽ പങ്കാളിത്തം കിട്ടണം, ഞങ്ങൾക്ക് കൂടുതൽ അവസരം കിട്ടണം, ഞങ്ങൾക്ക് കൂടുതൽ തീരുമാനം എടുക്കുന്ന ബോഡികളെല്ലാം പങ്കാളിത്തം കിട്ടണം. അതൊക്കെ ഉണ്ടായിരുന്നു അന്ന് കാലങ്ങളിലെ ചിന്തകളെല്ലാം. അപ്പോൾ ഒരു ബെനൈൻ റൂളറായിട്ട് ബ്രിട്ടീഷുകാരോട് ഇരുന്നു കൊണ്ട് അതിനോട് ചേർന്ന് അധികാരം അനുഭവിക്കാവുന്ന അല്ലെങ്കിൽ അവസരങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഇടങ്ങളിലെല്ലാം പങ്കാളിത്തം കിട്ടണം എന്നൊരു കാഴ്ചപ്പാട് പോയ പല ചവിട്ടുപടികളിലൊന്നായിട്ടാണ് ഹോം റൂൾ മൂവ്മെൻറ്റിന് സ്വാതന്ത്ര്യ സമര ഘട്ടങ്ങൾ പലതും എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക. 1935 ആക്ട് പ്രകാരം ചില സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തുകയും അവിടെ പ്രാദേശികമായി മന്ത്രിസഭകൾ ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ മദ്രാസ് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ രാജഗോപാലാചാരി അവിടുത്തെ പ്രധാനമന്ത്രിയായി ചാർജ് എടുത്തു. അന്ന് വിദ്യാഭ്യാസത്തിൻ്റെ വകുപ്പ് ഏറ്റെടുക്കാനായിട്ട് ഒരു സെക്രട്ടറി ആയിട്ട് CJ ബർക്കിയെ നിയോഗിച്ചു. CJ ബർക്കി ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളുടെ മികവ് കണ്ടുകൊണ്ട് രാജഗോപാലാചാരി അദ്ദേഹത്തെ വിദ്യാഭ്യാസ മന്ത്രിയായി നിയമിച്ചു. അങ്ങനെ ഇന്ത്യയിലെ കത്തോലിക്കരിൽ നിന്നും ആദ്യമായി ഒരു മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ഒരു കത്തോലിക്കനായ
പക്ഷേ ഇവർ CJ വർക്കിയായിരുന്നു. നമ്മുടെ ബാരിസ്റ്റർ ജോർജ് ജോസഫ് എന്ന് പറയപ്പെടുന്ന ആൾ വളരെ പ്രഗത്ഭനായ ഒരാളായിരുന്നു. ഗാന്ധിജിയുടെ ഉത്തമ സ്നേഹിതനായിരുന്നു. ഇടയ്ക്കൊക്കെ അദ്ദേഹം ഗാന്ധിജിയുമായിട്ട് ഇടയുമായിരുന്നു. എങ്കിൽ തന്നെയും ഗാന്ധിജി ജയിലിലായിരുന്നപ്പോൾ തൻ്റെ യങ് ഇന്ത്യ എന്ന് പറയപ്പെടുന്ന പത്രം പ്രസിദ്ധീകരിക്കാനായിട്ട് ബാരിസ്റ്റർ ജോർജ് ജോസഫിനെയാണ് ചുമതലപ്പെടുത്തിയത്. ഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെ പത്രാധിപരായി ദീർഘനാൾ പ്രവർത്തിച്ചു. അവസാനം മോട്ടിലാൽ നെഹ്റുവിൻ്റെ ഇൻഡിപെൻഡൻസ് എന്ന് പറയപ്പെടുന്ന പത്രത്തിൻ്റെ ഒരു പത്രാധിപരെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഗാന്ധിജി പറഞ്ഞു ബാരിസ്റ്റർ ജോർജ് ജോസഫിനെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അദ്ദേഹം ആ പത്രത്തിൻ്റെയും ചാർജ് വഹിച്ചു. തൊട്ടുകൂടായ്മയ്ക്കെതിരെ നിൽക്കാൻ വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ട ഒരു സെല്ലിൻ്റെ ചുമതലക്കാരനായിട്ടാണ് ബാരിസ്റ്റർ ജോർജ് ജോസഫ് നിൽക്കുന്നത്. അപ്പോൾ ബാരിസ്റ്റർ എനിക്ക് തോന്നുന്നത് നെഹ്റുവിൻ്റെ കൂടെയും ഗാന്ധിജിയുടെ ഒക്കെ ഒത്തിരി വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ ആൻറ്റി അൺടച്ചബിൾ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആ സെല്ലിൻ്റെ ചുമതലക്കാരൻ നിലയ്ക്ക് കൂടിയാണ് അദ്ദേഹം ഈ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നത്. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുമ്പോൾ വൈക്കം അമ്പലത്തിൻ്റെ വാതിലുകൾ അല്ലെങ്കിൽ വഴികൾ അതെല്ലാവരും തുറന്നു കിട്ടണം. കാരണം ഇപ്പോൾ അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഒരു നാഷണൽ ലെവൽ രൂപപ്പെട്ട് വന്ന ഇക്വാളിറ്റി എന്നൊരു കൺസെപ്റ്റ് എന്നുകൊണ്ടാണ് എല്ലാവർക്കും തുല്യത കിട്ടണം, തുല്യ അവസരം കിട്ടണം എന്നൊരു ധാരണ എന്നാണ്. അപ്പോൾ അൺടച്ചബിലിറ്റി മാറണം, അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി മാറാൻ വേണ്ടിയിട്ട് മേൽജാതികളെല്ലാം താഴ്ജാതികൾക്കെല്ലാം അവസരം കൊടുക്കണം ധന്യോടുകൂടിയാണ്. പക്ഷേ അതിനകത്ത് അപകടം കിടക്കേണ്ടത് ഒരു ക്രിസ്ത്യാനിയായി ഇദ്ദേഹം നിൽക്കുമ്പോൾ അദ്ദേഹം ഈ അമ്പലത്തിന് സമരം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ട്. വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്നത് ബാരിസ്റ്റർ ജോർജ് ജോസഫ് ആണെങ്കിലും ഗാന്ധിജി ആവശ്യപ്പെടുകയുണ്ടായി ആ സമരത്തിന് പിൻവാങ്ങണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സഹോദരനായിരുന്നു നമ്മുടെ പോത്തൻ ജോസഫ് എന്ന് പറയപ്പെടുന്ന വലിയ പത്രപ്രവർത്തകനായ ആൾ. ഈ ബാരിസ്റ്റർ ജോർജ് ജോസഫും പോത്തൻ ജോസഫും ഒക്കെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായകമായ പങ്കുവഹിച്ച നേതാക്കന്മാരായിരുന്നു. കായൽ സമ്മേളനം ഇന്ത്യയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു സംഭവമാണ്. എറണാകുളം നഗരത്തിൽ അല്ലെങ്കിൽ നഗരത്തിലെ പ്രധാന റോഡുകളിൽ പുലയ സമുദായാംഗങ്ങൾക്ക് പറയ സമുദായാംഗങ്ങൾക്ക് കീഴാള ജനതയ്ക്ക് നടക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ജാതിയുടെ പേരിൽ മുറിവേറ്റ സമുദായങ്ങൾ പൊതുനിരത്തിൽ നടക്കാനോ ഒത്തുകൂടാനോ സാധിക്കാത്ത ആ സമുദായ അംഗങ്ങൾ 1913 കൊച്ചി കായലിൽ ബോൾഗാട്ടി ദ്വീപിനടുത്ത് മുളകുപാട് ദ്വീപിനടുത്ത് ചെറുവഞ്ചികൾ കട്ടമര തോണികളൊക്കെ കൂട്ടിയിട്ട് തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തിയ സമ്മേളനമാണ് കായൽ സമ്മേളനം. പുലയ സമുദായത്തിലെ അംഗങ്ങൾ പണ്ഡിറ്റ് കറുപ്പൻ്റെ അടുത്താണ് ആദ്യം ഈ ആവശ്യവുമായി കൃഷ്ണാദിയുടെ നേതൃത്വത്തിൽ ചെല്ലുന്നത്. പണ്ഡിറ്റ് കറുപ്പൻ്റെ സമ്പൂർണ്ണ കൃതികളിൽ ഇതിനെക്കുറിച്ച് സവിസ്തരം പറയുന്നുണ്ട്. പണ്ഡിറ്റ് കറുപ്പൻ സെൻറ്റ് തെരേസാസ് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. മദർ ക്ലിമ സ്ഥാപിച്ച സെൻറ്റ് തെരേസാസ് സ്കൂളിലാണ് അധ്യാപകനായി മുൻഷിയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം അന്നത്തെ മഹാരാജാവിൻ്റെ വിദ്യാലയത്തിൽ, ഇന്നത്തെ മഹാരാജാസ് കോളേജിൽ പഠിപ്പിക്കാൻ ചെന്നപ്പോൾ കുട്ടികൾ ആ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ധീവര സമുദായത്തിൽപ്പെട്ട ഒരാളുടെ മുന്നിൽ പഠിക്കാൻ ഞങ്ങൾ ഇരിക്കില്ല എന്ന് പറഞ്ഞ് ക്ലാസ് ബഹിഷ്കരിച്ച, കോളേജ് ബഹിഷ്കരിച്ച, വിദ്യാലയം ബഹിഷ്കരിച്ച സംഭവം ചരിത്രത്തിലുണ്ട്. അങ്ങനെ മനംനൊന്ത അദ്ദേഹത്തിന് സെൻറ്റ് തെരേസാസ് സ്കൂളിൽ മലയാള അധ്യാപകനായി മുൻഷിയായി പ്രവേശനം നൽകി. അദ്ദേഹത്തിൻ്റെ അടുക്കലാണ് ഈ മുളവുകാട് ദ്വീപിലെ പുലയ സമുദായത്തിലെ അംഗങ്ങൾ കൃഷ്ണാദിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് സംഘടിക്കണം, അവകാശങ്ങൾ നേടിയെടുക്കണമെന്ന ആവശ്യവുമായി ചെല്ലുന്നത്. 1913 ഇവർ കൊച്ചി കായലിൽ വള്ളങ്ങൾ കൂട്ടിയിട്ട് ഒരു സമ്മേളനം നടത്തുന്നു. ആ സമ്മേളനമാണ് കായൽ സമ്മേളനം. കായൽ സമ്മേളനത്തിൻ്റെ സമയത്ത് എറണാകുളം സെൻറ്റ് ആൽബർട്ട്സ് സ്കൂളിലെ മാനേജർ ഫാദർ ഡൊമിനിക്കാണ്. ഈ കായലിൽ വള്ളങ്ങൾ കൂട്ടിയിട്ട് സമ്മേളനം നടത്തുന്ന സംഭവം അറിഞ്ഞ് ഫാദർ ഡൊമിനിക് അവരെ സമീപിക്കുകയും അവരെ അദ്ദേഹം സെൻറ്റ് ആൽബർട്ട്സ് സ്കൂളിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ 1913 മെയ് മാസത്തിൽ എറണാകുളം സെൻറ്റ് ആൽബർട്ട്സ് സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ വെച്ചാണ് കൊച്ചി പുലയ മഹാജനസഭ ഉണ്ടാകുന്നത്.
അന്നത്തെ മറ്റൊരു കാര്യം, പുലയ സമുദായത്തിലെ അംഗങ്ങൾക്ക് മുണ്ട് ധരിക്കാൻ പാടില്ല, നന്നായി വസ്ത്രം ധരിക്കാൻ പാടില്ല, സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അങ്ങനെ സ്ത്രീകൾക്ക് മാറുമറക്കാൻ അവസരം ഉണ്ടാകാതിരുന്ന സമയത്ത് പുലയ സമുദായത്തിലെ അംഗങ്ങളെ സെൻറ്റ് ആൽബർട്ട്സ് സ്കൂളിലേക്ക് ക്ഷണിക്കുകയും നിങ്ങൾ കുളിച്ച്, ചേറിൽ നടക്കുന്ന നിങ്ങൾ കുളിച്ച് വരണം എന്ന് അവരെ പഠിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നത് ഫാദർ ഡൊമിനിക്കാണ്. സ്ത്രീകളാകട്ടെ മുലക്കച്ച കെട്ടി മേൽവസ്ത്രം ധരിച്ചാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത്. അങ്ങനെ ഒരു സാമൂഹ്യ മാറ്റത്തിന് കൂടി കായൽ സമ്മേളനം രൂപപ്പെടുന്നുണ്ട്. തിരുവിതാംകൂറിലെ ജനങ്ങൾക്ക് ഇവിടെ ജോലികൾ അധികം ലഭിച്ചിരുന്നില്ല. തിരുവിതാംകൂർ മഹാരാജാവിനെ തൻ്റെ രാജ്യം വെട്ടിപ്പിടിക്കാനുള്ള സമരത്തിൽ സജീവമായി പങ്കെടുത്തത് ഡിലിനായി എന്ന യൂറോപ്യൻ കത്തോലിക്കനും രാമയ്യൻ എന്ന് പറയപ്പെടുന്ന ദളവായുമായിരുന്നു. ഈ രാമയ്യൻ ദളവ അനുദിന ഭരണത്തിൽ ഇടപെട്ട് തമിഴ്നാട്ടിലുള്ള ബ്രാഹ്മണന്മാരെ എല്ലാം തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗത്തിലേക്ക് പോകുന്നു. ഡിലിനായി സ്വന്തമായ കാര്യങ്ങളിൽ കൂടി നിന്നുകൊണ്ട് മഹാരാജാവിനെ വിശ്വസ്തമായി സേവിച്ചു. അല്ലാണ്ട് ഈ കാര്യങ്ങൾ ഇടപെട്ടില്ല. തൻ്റെ ഫലമായി രാമയ്യൻ ദളവായുടെ സമ്മർദ്ദഫലമായി ഇന്ത്യയിലെ തിരുവിതാംകൂറിലെ പ്രധാനപ്പെട്ട ഉദ്യോഗങ്ങളെല്ലാം നായന്മാർ, ഈ സവർണ വിഭാഗത്തിൽപ്പെട്ട തമിഴ് ബ്രാഹ്മണന്മാർ വാങ്ങിച്ചെടുത്തു. ഇതിനെതിരായി തിരുവിതാംകൂറിലെ മലയാളികളെല്ലാം കൂടെ കൂടിച്ചേർന്ന് പ്രക്ഷോഭണം നടത്തിയതാണ് മലയാളി മെമ്മോറിയൽ പ്രക്ഷോഭണം. ഇന്നത്തെ പോലെ യോഗങ്ങളോ പ്രതിഷേധ യോഗങ്ങളോ പ്രകടനങ്ങളോ ഒന്നുമില്ല, പ്രമേയങ്ങളായിരുന്നു. 1038 പേർ ഒപ്പിട്ടൊരു മെമ്മോറാണ്ടം ഉണ്ടാക്കി. മെമ്മോറാണ്ടത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന 2% മാത്രം താഴെയുള്ള തമിഴ് ബ്രാഹ്മണരാണ് പ്രധാനപ്പെട്ട ജോലികളെല്ലാം വഹിക്കുക. 10 രൂപയ്ക്കും 50 രൂപയ്ക്കും ഇടയിലുള്ള 1095 ജോലികളെങ്ങാണ്ട് അവർക്കുണ്ട്. 50 രൂപയ്ക്ക് മുകളിലുള്ള 101 ജോബുകൾ അവർക്കുണ്ട് ഈ തിരുവിതാംകൂറിൽ. പക്ഷേ ഇതേ പശ്ചാത്തലത്തിലുള്ള എന്ന് പറഞ്ഞാൽ മറ്റു വിഭാഗം നായന്മാർ, ക്രൈസ്തവർ, ഈഴവർ തുടങ്ങിയവരെല്ലാം ഇത്തരം ജോലികളില്ല. ക്രൈസ്തവർക്ക് 14 ജോലി കണ്ടേ ഉള്ളൂ, ഈഴവർക്ക് മറ്റത്ത് കുറച്ച് ജോലികളേ ഉള്ളൂ, നായന്മാർക്ക് മറ്റേ കുറച്ച് ജോലികളുള്ളൂ. അപ്പോൾ ജോലി മേഖലയിൽ തമിഴ് ഭട്ടന്മാർ കിട്ടിയിരിക്കുന്ന വലിയ ജോലി അവസരങ്ങൾക്ക് എതിരെ മറ്റ് ജാതി വിഭാഗങ്ങൾ, മതവിഭാഗങ്ങൾ എല്ലാം കൂടി സംയുക്തമായിട്ട് നടത്തിയ ഒരു നീക്കമാണ് മലയാളി മെമ്മോറിയൽ. അതിന് പ്രധാന ലക്ഷ്യം തുല്യ തൊഴിലവസരം കിട്ടുക എന്നുള്ളതാണ്. തൊഴിലവസരം കിട്ടുമെന്ന് പറഞ്ഞുള്ള എൻ്റെ ആ പേരിൽ നടത്തിയ ഒരു നീക്കമാണ് ഇത്രയും ഒപ്പുകൾ ശേഖരിച്ചുകൊണ്ട് നടത്തിയ ഈ മലയാളി മെമ്മോറിയൽ, തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ച ഈ ഭീമ മെമ്മോറാണ്ടം. അതിൽ എല്ലാ വിഭാഗക്കാരും പങ്കെടുത്തു. പ്രത്യേകിച്ച് ജി.ബി. പിള്ളയാണ് മുൻകൈ എടുത്തത്. കെ.പി. പത്മനാഭൻ പങ്കെടുത്തു, വലിയ നേതൃത്വം കൊടുത്തു. പക്ഷേ നസ്രാണി ക്രൈസ്തവരിലെ എല്ലാവരെയും ഇവരെ മൊബിലൈസ് ചെയ്ത് ഇവരുടെ ഇടയിലെല്ലാം പ്രസംഗിച്ച് ഇവരുടെ എല്ലാം ഒപ്പുകൾ ഇതിന് മേടിച്ചു കൊടുക്കാനും മുൻപന്തി നിന്നത് നിധീരിക്ക മാണിക്കത്തനാരും സിറിയക്ക് നിധീരിക്കലുമാണ്. പല ഘട്ടങ്ങളിലും ജി.ബി. പിള്ളവരുടെ മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ വരികയുണ്ടായി. അപ്പോൾ ഒരു കേരളത്തിലെ സ്വാതന്ത്ര്യ സമരം തുടങ്ങുന്നത് ഈ മലയാളി മെമ്മോറിയൽ എന്ന ഈ ബൃഹത് സംഭവത്തോടു കൂടിയാണെന്നാണ് സാധാരണ അനുമാനിക്കപ്പെടുന്നത്. കാരണം ഒരു സമത്വത്തിന് വേണ്ടിയുള്ള നീക്കം, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നീക്കം, തദ്ദേശീയർക്ക് തുല്യ തൊഴിലവസരം കിട്ടാനുള്ള ഒരു നീക്കം, ആ നീക്കത്തോടു കൂടിയാണ് കേരളത്തിൽ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുക. തിരുവിതാംകൂറിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഈ പ്രദേശത്ത്, പ്രത്യേകിച്ച് തെക്കൻ തിരുവിതാംകൂറിലെ അൽമായ നേതാക്കൾ രാഷ്ട്രീയമായും അതുപോലെ തന്നെ സാമൂഹ്യമായും ഉള്ള മുന്നേറ്റങ്ങൾക്ക് ശക്തമായ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. സാമൂഹ്യ മുന്നേറ്റത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ആദ്യം അനുസ്മരിക്കേണ്ട നാമമാണ് ആർച്ച് ബിഷപ്പ് മരിയ ബെൻസിഗർ. ഈ തിരുവിതാംകൂറിൽ നേഴ്സിംഗ് ശുശ്രൂഷ അധികമൊന്നും ആർക്കും പരിചയമില്ലായിരുന്നു. സർക്കാർ ആശുപത്രികളിൽ പോലും നേഴ്സിങ്ങിനെക്കുറിച്ച് വലിയ പിടിപാടൊന്നും ഉണ്ടായിരുന്നില്ല. പ്രശസ്തരായ പുന്നൻ ലൂക്കോസ് പോലെയുള്ള ഭിഷഗ്വരന്മാരുണ്ടായിരുന്നു. അവർ പാശ്ചാത്യ നാടുകളിൽ പോയി പഠിച്ചു.
അവരിവിടെ വന്നിട്ട് അവരുടെ ശുശ്രൂഷ ചെയ്തു. പക്ഷേ ഇവിടെ അപ്പോഴും നേഴ്സിങ്ങിൻ്റെ ഒരു സംവിധാനം നമ്മുടെ ആശുപത്രികളിൽ ഇല്ലായിരുന്നു. രോഗീ പരിചരണം എന്നുള്ള സങ്കല്പം വലുതായിട്ടൊന്നും തിരുവിതാംകൂറിലെ ആരോഗ്യരംഗത്തില്ലായിരുന്നു. പക്ഷേ ആ രംഗത്ത് സ്തുത്യർഹമായിട്ടുള്ള സേവനം ചെയ്തത് മിഷണറിമാരാണ്. പ്രത്യേകിച്ച് ആർച്ച് ബിഷപ്പ് ബെൻസിഗർ പിതാവാണ്. അദ്ദേഹമാണ് സ്വിറ്റ്സർലൻഡിൽ നിന്ന് സന്യാസിനികളെ, ഹോളി ക്രോസ് സന്യാസിനി സമൂഹങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്ന് ആതുര ശുശ്രൂഷ രംഗത്ത് പ്രത്യേകിച്ച് നേഴ്സിംഗ് മേഖലയിൽ അവരെ കൊണ്ടുവരികയും ഏതാണ്ട് ആദ്യത്തെ ബാച്ചിൽ 8 സിസ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റൽ, അതോടൊപ്പം തന്നെ വിമൻസ് ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റൽ തെക്കാട് തിരുവനന്തപുരം, കൊല്ലം ജനറൽ ഹോസ്പിറ്റൽ, ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റൽ തുടങ്ങിയ സർക്കാർ പൊതുജനാരോഗ്യ സേവന മേഖലകളിലേക്ക് നിയോഗിച്ചത് അല്ലെങ്കിൽ നിയോഗിക്കാൻ കാരണക്കാരനായത് ആർച്ച് ബിഷപ്പ് ബെൻസിഗറാണ്. അദ്ദേഹത്തോട് ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ നേഴ്സിങ്ങിന് വേണ്ടി സിസ്റ്റേഴ്സിനെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ആനിമസ് ഗ്രീൻ എന്ന് പറയുന്ന വനിത, അവർ തിരുവനന്തപുരത്ത് ആണ് ജനിച്ചത്. ഇന്നത്തെ വിമൻസ് കോളേജിൻ്റെ തൊട്ടടുത്താണ് അവരുടെ കുടുംബ വീട്. അവർ പഠിക്കാൻ വളരെ സമർത്ഥയായിരുന്നു. അവർ നിയമബിരുദം നേടി സിലോണിലൊക്കെ ചെന്ന് പഠിച്ച് അവർ തിരികെ വന്ന് തിരുവനന്തപുരം ബാറിൽ അവർ അഭിഭാഷകയായി പ്രാക്ടീസ് തുടങ്ങി. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ ലത്തീൻ സമുദായ സംഘടനയിലേക്ക് ആകർഷിക്കപ്പെട്ടത്. പക്ഷെ പിന്നെ അവർ സജീവമായിട്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്സിൽ രൂപീകരണത്തിൽ അവർ പങ്കുവഹിച്ചു. ആദ്യമായിട്ട് പുളിമൂട്, അതായത് ഇന്നത്തെ ജനറൽ പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്ത് ഒരു കെട്ടിടത്തിൽ ആദ്യമായിട്ട് സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കുവാനായിട്ട് ഉള്ള ആലോചനാ സമിതി യോഗത്തിൽ പങ്കെടുത്ത ചുരുക്കം ചിലരിൽ ഒരാളാണ് ആനിമസ് ഗ്രീൻ. ഏക വനിതയായിരുന്നു. CV കുഞ്ഞിരാമൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിലാണ്, സാഹിത്യകാരനായ CV കുഞ്ഞിരാമൻ്റെ അധ്യക്ഷതയിലാണ് സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ രൂപീകരിക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചന യോഗം നടന്നത്. ആ യോഗത്തിൽ പങ്കെടുത്ത ഒരേ ഒരു വനിതയായിരുന്നു ആനിമസ് ഗ്രീൻ. രാജഭരണത്തിനെതിരെ ശക്തമായിട്ട് പോരാടിയ വനിത. അതുപോലെ തന്നെ തിരുവിതാംകൂർ ദിവാൻ സർ CP രാമസ്വാമിക്കെതിരെ ഏറ്റവും ശക്തമായി പടപൊരുതിയ വ്യക്തിത്വമായിരുന്നു ആനിമസ് ഗ്രീൻ എന്ന് പറയുന്നത്. മാത്രവുമല്ല, സമൂഹത്തിൽ നടക്കുന്ന അഴിമതിക്കും അതുപോലെ മറ്റ് ദുഷ്ട ചിന്തകൾക്ക് എതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ പൊതുനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച വനിതാരത്നമായിരുന്നു കുമാരി ആനിമസ് ഗ്രീൻ എന്ന് പറയുന്നത്. സർ CPയുടെ ഒരു ചരിത്രമുണ്ട്. സർ CPയുടെ പട്ടാളക്കാർ 1939 തോന്നുന്നു, എൻ്റെ അത് ഓർമ്മ കറക്റ്റാണെന്ന് തോന്നുന്നു. 1939 കാലഘട്ടത്തിൽ ഈ ഏറ്റവും പ്രധാനമായിട്ട് അവരുടെ പട്ടാളക്കാർ വന്ന ഈ വീട്, അതായത് അമ്മയും ആനിമസ് ഗ്രീനും മാത്രം താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് അതിഭയങ്കരമായിട്ട് അവർ ആക്രമിക്കുകയും എല്ലാ മുതലുകളും മോഷണം നടത്തി, അതായത് കവർച്ച ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. ഉടുത്തിരുന്ന വസ്ത്രം മാത്രമാണ് ഉണ്ടായിരുന്നത്. എത്രയോ നിരവധി പ്രാവശ്യം ജയിൽ വാസം അനുഭവിച്ച ഒരു സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്നു ഈ ആനിമസ് ഗ്രീൻ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് കോൺഗ്രസ് പ്രക്ഷോഭണം 1938 ഇവിടെ സ്റ്റേറ്റ് കോൺഗ്രസ് ആരംഭിക്കുന്നത്. സ്റ്റേറ്റ് കോൺഗ്രസിനെ CP നിരോധിക്കുക മാത്രമല്ല പ്രവർത്തനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു. സ്റ്റേറ്റ് കോൺഗ്രസിൽ പങ്കെടുക്കുന്നവരെയെല്ലാം അറസ്റ്റ് ചെയ്തു, ജയിലിലടച്ചു. ഇങ്ങനെ ഇരുന്നപ്പോൾ തിരുവിതാംകൂറിലെ പ്രധാനപ്പെട്ട കേന്ദ്രമായ തിരുവനന്തപുരത്ത് ഈ സ്റ്റേറ്റ് കോൺഗ്രസിനെ അടിച്ചമർത്താൻ ശ്രമിച്ചപ്പെടുന്നത് ഇവിടുത്തെ സകല റെക്കോർഡുകളുമായി MM വർഗി എറണാകുളത്തേക്ക് പോയി. MM വർഗി അറസ്റ്റ് ചെയ്യാൻ നോട്ടീസ് അയച്ചു, കണ്ടില്ല. അവസാനം അവിടെ നിന്നുകൊണ്ട് മലബാർ ബെയിലും എന്ന് പറയുന്ന പത്രം ഏറ്റെടുത്തുകൊണ്ട് സമരം നടത്തുകയും മലബാർ മേലിൽ കൂടെ തിരുവിതാംകൂറിലെ കൊള്ളരുതായ്മകൾ മുഴുവനും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലേഖനങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. ഇത് CP വല്ലാതെ വേദനിപ്പിച്ചു. CP എങ്ങനെയെങ്കിലും ഇവരെ പിടിച്ച് ജയിലിലടയ്ക്കണമെന്നുള്ള ആഗ്രഹത്തോടെ പോയി. പക്ഷേ കൊച്ചിയിൽ ചെന്ന് നിയമപരമായി അറസ്റ്റ് ചെയ്യാൻ ഇവർക്ക് അവകാശമുണ്ടായിരുന്നില്ല.
ഇങ്ങനെ തിരുവിതാംകൂറിൽ ആൾക്കാർ അവിടെ ചെന്നു. ഈ സമയത്താണ് മഹാരാജാവിൻ്റെ ജന്മദിനത്തിലേക്ക് ഈ സ്റ്റേറ്റ് കോൺഗ്രസ് ഒരു പ്രക്ഷോഭണം നടത്തുമെന്ന് തീരുമാനിച്ചത്. ഈ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രക്ഷോഭണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി ഒരാളെ നിയമിച്ചാൽ അന്നേരം തന്നെ CP അവനെ അറസ്റ്റ് ചെയ്യും. ഉടനെ അടുത്തയാളിനെ ഡിക്റ്റേറ്ററായിട്ട് വർക്കിയാണ് എറണാകുളത്തിനോട് തീരുമാനിക്കുന്നത്. ഇന്നയാളായിരിക്കും ഡിക്റ്റേറ്റർ എന്ന് പറഞ്ഞു. അദ്ദേഹത്തെയും ഉടനെ തന്നെ ഒരു യോഗത്തിൽ വരുമ്പോൾ രക്ഷപ്പെടും. അങ്ങനെ 11ാമത്തെ ഡിക്റ്റേറ്ററായിട്ട് എലിസബത്ത് കുരുവിള എന്ന് പറയപ്പെടുന്ന ഒരു വനിതയെ വെച്ചു. അദ്ദേഹം ആലുവായി ചെന്നു. ചെങ്കോട്ട കൂടി തിരുവനന്തപുരത്തേക്ക് ജാഥയായി പുറപ്പെട്ടു. പക്ഷേ തിരുവിതാംകൂർ വന്നെത്തുന്നതിന് മുമ്പ് അവളെ അറസ്റ്റ് ചെയ്തു. ഉടൻ തന്നെ ആരെയാകണം അടുത്ത ഡിക്റ്റേറ്റർ എന്നുള്ള ചോദ്യം വന്നു. ഉടൻ തന്നെ കേരളത്തിലെ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ സമ്പന്നനായ ഡൊമിനിക് കരിപ്പാപ്പറമ്പ് വക്കീലിൻ്റെ മകളാകട്ടെ എന്ന് തീരുമാനിച്ചു. അവളാണ് അക്കാമരിയാൻ. അക്കാമരിയാൻ എന്ത് ചെയ്തു? അവളോട് വിളിച്ച് പറഞ്ഞു, നീ ജോലി രാജിവെക്കണം. രാജിവെച്ച് അവൾ ഹൈസ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. രാജിവെച്ചിട്ട് ഇവിടെ വന്ന് സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ഡിക്റ്റേറ്ററാകണം. അങ്ങനെ അവൾ സ്റ്റേറ്റ് ഹൈസ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ പദവി രാജിവെച്ചുകൊണ്ട് നേരെ ആലുവായി എറണാകുളത്തെത്തുകയും അവിടെ നിന്ന് ഡിക്റ്റേറ്ററായിട്ട് സ്ഥാനം വെച്ചുകൊണ്ട് ആരും അറിയാതെ അവൾ ചെങ്കേട്ട കൂടി തിരുവനന്തപുരത്തേക്ക് വരികയും ചെയ്തു. ഇടയ്ക്ക് ന്യൂസായി ഇവൾ വരുന്ന ഇവർ പറഞ്ഞുകൊണ്ട് പല സ്ഥലത്ത് വെച്ചും ഗംഭീരമായ സ്വീകരണങ്ങൾ നൽകി. അവസാനം ഏതാണ്ട് 5 മണിയായപ്പോൾ തിരുവനന്തപുരത്ത് ട്രെയിനിൽ അദ്ദേഹം ഇറങ്ങിയപ്പോൾ 10,000-കണക്കിന് ആൾക്കാരാണ് അവിടെ കൂടിയിരിക്കുന്നത്. അവളൊരു ആംഗ്യം കാണിച്ചു. ഉടനെ എല്ലാവരും അവരുടെ മടിയിൽ സൂക്ഷിച്ച് വെച്ചിരുന്ന ഗാന്ധി തൊപ്പിയെടുത്ത് ധരിച്ചു. 10,000-ലധികം വോളണ്ടിയർമാർ ഒന്നിച്ച് നിന്നു. അവൾ പറഞ്ഞു, നമുക്ക് രാജകൊട്ടാരത്തിലേക്ക് മാർച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ രാജകൊട്ടാരത്തിലേക്ക് ഈ 10,000-ലധികം ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് യാത്ര പുറപ്പെട്ടു. അവൾ തുറന്ന ജീപ്പിലാണ് സഞ്ചരിക്കുന്നത്. ബാക്കിയുള്ളവർ ജനങ്ങളെല്ലാം പുറമേ. ഈ 956 വരെ ഇന്ന് കാണുന്ന കേരളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് മുന്നേ തിരുക്കൊച്ചി ഉണ്ടായിരുന്നു. 947 ശേഷം തിരുവിതാംകൂറും കൊച്ചിയും കൂടി ഒരുമിച്ച് ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റിയായി നിന്നു. പിന്നെ മദ്രാസ് പ്രസിഡൻസി കീഴിലുള്ള മലബാറിനും കൂടി മലയാളം ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങൾ ഉൾച്ചേർത്ത് നമുക്ക് ഇന്ന് കാണുന്ന കേരളം ഉണ്ടാകുന്ന 956 അപ്പോൾ അതുവരെ ഒരു പാൻ കേരള എന്ന് പറഞ്ഞൊരു മൊത്തം എല്ലാ എഴുത്തും സ്പർശിക്കുന്ന ഒരു കേരളം, ഇന്ന് കാണുന്ന കേരള അന്നുണ്ടായിരുന്നില്ല. മലയാളം ഉപയോഗിക്കപ്പെട്ടിരുന്നെങ്കിൽ പോലും ഉണ്ടായിരുന്നില്ല. ഓരോ പ്രദേശത്തും അതിൻ്റേതായ വെല്ലുവിളികളും ആ പ്രദേശത്തിൻ്റേതായ ഉത്തരങ്ങളും രൂപപ്പെട്ടു വന്നിരുന്നു. അപ്പോൾ കേരളത്തിലെ കൊളോണിയലിസം എന്ന് പറയുന്നത് വ്യത്യസ്ത രീതിയിൽ അനുഭവപ്പെട്ട് 2 പ്രിൻസിലി സ്റ്റേറ്റ് ഉണ്ടായിരുന്നു, കൊച്ചി, തിരുവിതാംകൂർ. തിരുവിതാംകൂറിൻ്റെ ഭരണം നടത്തിയിരുന്നത് തിരുവിതാംകൂർ രാജാവാണ്. രാജാവിന് ഒരു ദിവാനുണ്ടായിരുന്നു. റെസിഡൻ്റ് ആയിരിക്കും ചിലപ്പം, അല്ലെങ്കിൽ റെസിഡൻ്റ് അതിന് പുറമേ ഉണ്ടായിരുന്നിരിക്കും. കൊച്ചിയിൽ ദിവാനുണ്ട്, അതിന് പുറമേ റെസിഡൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻഡയറക്റ്റ് ഭരണമാണ് കൊച്ചിയിലും തിരുവിതാംകൂറിലും ബ്രിട്ടീഷുകാർ നടത്തിയത്. പക്ഷേ മലബാർ പ്രദേശ് ഡയറക്റ്റ് ഭരണമാണ്, മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലായിരുന്നു. അപ്പോൾ ഈ 3 സ്ഥലങ്ങളിലും വ്യത്യസ്ത രീതിയിലാണ് കൊളോണി ഇൻ്റർവെൻഷൻ ഉണ്ടായത്. കൊളോണി ഇൻ്റർവെൻഷൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള എല്ലാ ചലഞ്ചസും വ്യത്യസ്തമായിട്ടുണ്ടായത്. അപ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാം ഒരേ രൂപത്തിലുള്ള പ്രതികരണമല്ല ഉണ്ടായേക്കണേ. ആ പ്രതികരണം വ്യത്യസ്തമാണ്. ഈ പ്രാദേശികമായ റെസ്പോൺസ് കൊടുക്കലിലുള്ള വ്യത്യാസങ്ങൾ, പ്രാദേശികമായ പങ്കാളിത്ത രീതി സ്വാതന്ത്ര്യസമരത്തിൽ സൃഷ്ടിക്കുകയുണ്ടായി. അപ്പം ഇവിടെ ആറ്റിങ്കൽ ആ ഭാഗങ്ങൾ, ആറ്റിങ്കലോ അല്ലെ അഞ്ചുതെങ്ങോ ഭാഗങ്ങൾ, അഞ്ചുതെങ്ങ് ഭാഗങ്ങളിൽ അത് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ഫാക്ടറിക്കെതിരായിട്ട് നടന്ന സമര പരമ്പരകളൊരു ഭാഗമാണ് അവിടെ ഉണ്ടായത്. ഓരോ സ്ഥലങ്ങളിലും അവരുടേതായ, അത് തിരുവിതാംകൂർ മുഴുവൻ വ്യാപിച്ചെന്ന് പറഞ്ഞാൽ ഇല്ല.
അതിലൊരു കൊച്ചി നടന്ന സമരം, കൊച്ചിയിൽ നടന്ന പ്രശ്നങ്ങൾ അത് കൊച്ചിയിലെയാണ്. കൊച്ചിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നിടത്താണ് വിദേശികൾ ആദ്യം താമസിച്ചിരുന്നത്. പോർട്ടുഗീസുകാരാണ്, ഡച്ചുകാരും താമസിച്ചിരുന്നു. ഇംഗ്ലീഷുകാർ വരുമ്പോഴും ഫോർട്ട് കൊച്ചിയിലാണ് താമസിച്ചിരുന്നത്. മറ്റ് ഭാഗത്തേക്ക് ഇന്ന് കാണുന്ന എറണാകുളം ഭാഗങ്ങളൊക്കെ അന്ന് വെള്ളത്തിനടിയിലാണ് ഏർഭാഗം. 5 കൈമൾ എന്ന് പറഞ്ഞ രാജാക്കന്മാരുടെ ഭരിച്ചുകൊണ്ടിരുന്നത്. കൊച്ചി രാജാവിൻ്റെ ആസ്ഥാനം കുറേ ആൾ തൃപ്പൂണിത്തുറയായിരുന്നു. ശക്തനമ്പരൻ്റെ കാലത്ത് എല്ലാം തൃശ്ശൂരാണ്. അപ്പോൾ അധികാര കേന്ദ്രം എന്ന് പറയുന്നത് തൃശ്ശൂരാണ് കൊച്ചി രാജാവിൻ്റെ. ഇവിടെ തിരുവിതാംകൂർ രാജാവിൻ്റെ അധികാര കേന്ദ്രം തിരുവിതാംകൂറിൻ്റെ. അപ്പോൾ ഇങ്ങനെ അധികാര കേന്ദ്രങ്ങളോട് ചുറ്റിപ്പറ്റി പ്രാദേശികമായിട്ട് ആ അധികാര മേധാവിത്വത്തെ ചോദ്യം ചെയ്യുന്ന വെല്ലുവിളികൾ, അത് രാജവാഴ്ചയുടെ വെല്ലുവിളികളാകാം, അല്ലെങ്കിൽ റെസിഡൻറ്റിനെതിരെയുള്ള വെല്ലുവിളികളാകാം, അല്ലെങ്കിൽ കൊളോണിയൽ പവർ എഡിഫിസിനെതിരായിട്ടുള്ള വെല്ലുവിളികളാകാം. അത് ഓരോ പ്രദേശത്തും ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം പ്രാദേശികമായ സ്വഭാവമാണ് അതിനുള്ളത്. അതിനൊരു പാൻ കേരള ഡൈമെൻഷൻ വന്നിട്ടില്ല, പാൻ ട്രാവൻകൂർ ഡൈമെൻഷൻ വന്നില്ല, പാൻ കൊച്ചിൻ ഡൈമെൻഷൻ വന്നിട്ടില്ല. പക്ഷേ അതെല്ലാം അങ്ങനെയുള്ള പലതിൻ്റെ അകത്തും കൂടിയാണ് ഇന്ന് കാണുന്ന കേരളത്തിൽ നിർമ്മിച്ച സമര പരമ്പരകളും സ്വാതന്ത്ര്യ സമര യജ്ഞങ്ങളും ശ്രമങ്ങളും എന്നൊക്കെ പറയണത്. അപ്പം നമ്മൾ അങ്ങനെയാണ് ഓരോ ലൊക്കേറ്റ് ചെയ്യുന്നത്. പ്രാദേശികത ഉണ്ടാകുന്ന പ്രാദേശിക സമരങ്ങൾ, പ്രാദേശിക നീക്കങ്ങളെല്ലാം. അപ്പോൾ അതിനകത്ത് ഹീറോസ് എല്ലാം ലോക്കൽ ഹീറോസാണ്. ലോക്കൽ ഹീറോസും ലോക്കൽ ഹീറോയിൻസുമാണ്. അവർ സഹിച്ച ത്യാഗം, ഗാന്ധിജി സഹിച്ച ത്യാഗത്തോളം വലുതായിരിക്കണം എന്നില്ല. പക്ഷേ അവരുടെ ത്യാഗം കൂടി ചേർന്നാണ് ത്രിവർണ്ണ പതാക റെഡ് ഫോർട്ടിൽ ഉയർന്നത്. അപ്പോൾ അത് അങ്ങനെ തിരിച്ചുവിടാനായിട്ട് ഇന്ത്യൻ ലീഡർഷിപ്പിന്, കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിന് കഴിഞ്ഞിരുന്നുള്ളതാണ്. അതിനുള്ള ഇടം കോൺഗ്രസ് കൊടുത്തിരുന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാ സമരങ്ങളും കോൺഗ്രസ് സ്വന്തമാക്കിയിരുന്നില്ല. പക്ഷേ കോൺഗ്രസിന് വലിയ ഗുണങ്ങളിലൊന്ന് കാർഷിക സമരങ്ങളും ട്രൈബൽ സമരങ്ങളും പ്രാദേശിക സമരങ്ങളും എല്ലാം കോൺഗ്രസിൻ്റെ ഒരു ഭാഗമാക്കിയിട്ട് അതൊരു ദേശീയ സമരമാക്കി മാറ്റി, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കി മാറ്റി. ബ്രിട്ടീഷ് മേധാവിത്വത്തിനും ബ്രിട്ടീഷ് കൊളോണിയൽ അധികാരശേഷിയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ അധികാര ഘടനകൾക്കും എതിരുള്ള സമരമാക്കി മാറ്റാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു പ്രത്യേക നേട്ടം, ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്സിന് കിട്ടിയ നേട്ടം. അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ ലോക്കൽ നറേറ്റീവ്സാണ്, ലോക്കൽ വേർഷൻസ് ഓഫ് ഫ്രീഡം സ്ട്രഗിൾ ആണെങ്കിൽ പോലും അതിന് അതിൻ്റേതായ സിഗ്നിഫിക്കൻസ് ഉണ്ട്, അതിൻ്റേതായ അർത്ഥമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന കാർഷിക സമരങ്ങളും ഒറ്റപ്പെട്ട് കിടന്ന ട്രൈബൽ ഇതുങ്ങളും, അതായത് ഗോത്ര സമരങ്ങളും ബ്രിട്ടീഷുകാർക്ക് അല്ലെങ്കിൽ സെമിന്ദാരിക്കെതിരായ സമരങ്ങൾ പോലും അത് ഒറ്റപ്പെട്ടതല്ല, അത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാണ് എന്ന് ഇന്ന് ചരിത്രകാരന്മാർ കാണുകയും പറയുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ കൊച്ചിയിൽ നടന്നതായാലും കായംകുളത്ത് നടന്ന ഇവിടെ അഞ്ചുതെങ്ങ് നടന്നതായാലും എല്ലാം, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ ഇതിനോടനുബന്ധിച്ച് തൃശ്ശൂർ നടന്ന സമരങ്ങളൊക്കെ ആണെങ്കിലും ഇതെല്ലാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏതെങ്കിലും അടുക്കുകളിലോട്ട് ലയിച്ച് ചേർന്ന് ഒരു മേധാവിത്വത്തിനെതിരായിട്ട് ബ്രിട്ടീഷ് കൊളോണിസത്തെ സഹായിക്കുന്ന മേധാവിത്വ ഘടനകൾക്കെതിരായിട്ടുള്ള സമരമായി മാറ്റാൻ ആ കാലഘട്ടങ്ങളിൽ നേതൃത്വത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്.